ഇത് കറ്റാർ വാഴ. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. കറ്റാർ വാഴ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ വീടുകളിലും കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വീടുകളിലും കറ്റാർ വാഴ ഉള്ളത് നല്ലതാണ്. ഇതിന് ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ല. നമ്മുടെ ചെടിച്ചട്ടികളിലും അല്ലാതെ നിലത്തും ഇത് കുഴിച്ച് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ നമ്മൾ ആ തൈകൾ പറിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഇഷ്ടംപോലെ കറ്റാർ വാഴ തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും നമുക്കുണ്ട്. നമ്മുടെ മുഖത്തെ പാടുകൾ മാറാൻ ഈ കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നു. അതിനായിട്ട് നമ്മൾ ഇത് കറ്റാർ വാഴയുടെ ഇല കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു മഞ്ഞ കളറിൽ ദ്രാവകം ഇങ്ങനെ വരും. ആ ദ്രാവകം കളഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ രണ്ട് സൈഡിലെ മുള്ള് പിച്ചാത്തി കൊണ്ട് വല്ലതും ചെത്തി കളഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ കീറിക്കഴിഞ്ഞ് അതിനകത്തൊരു ജെല്ലുണ്ട്. ആ ജെല്ല് നമുക്ക് സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാം. മുഖത്തെ പാടുകൾ മാറാൻ ഇത് സഹായിക്കുന്നു. കുറേശ്ശേ മാറത്തുള്ളൂ, പെട്ടെന്ന് മാറത്തില്ല. പിന്നെ മുഖക്കുരു മാറാൻ ഇതിൻ്റെ ജെല്ല് പുരട്ടിയാൽ മുഖക്കുരു മാറി കിട്ടും. പിന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മാറാനും ഇതിൻ്റെ ജെല്ല് പുരട്ടാവുന്നതാണ്. പിന്നെ നമ്മുടെ തലയിൽ തേക്കാൻ ഇത് നല്ലതാണ്. അതിനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിതിൻ്റെ ഇല കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലെ മുള്ള് ചെത്തിക്കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മുറുക്കിയെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ തലയിൽ തേച്ചാൽ നമ്മുടെ തലമുടിക്ക് നല്ലതാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. മുടി കൊഴിച്ചിൽ മാറാനും ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ കറ്റാർ വാഴയ്ക്കുണ്ട്. എല്ലാവരും ഇതൊന്ന് നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.